ഹായ് ഹലോ നമസ്തേ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്നത്തെയും പോലെ ഡിസ്ക്ലൈമർ, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക. അല്ലാത്തത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് വേദിക് ടാരോ ആണ് എടുക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ച് നിങ്ങളുടെ റീഡിംഗ് ആവണേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. അപ്പോ ഈ ഒരു സ്പ്രെഡില് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. മാനിപ്പുലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അവര് നിങ്ങളെ ഈ ഒരു ബന്ധത്തിൽ പെടുത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വിചാരിച്ചു അവർക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, ഇതുപോലൊരു വ്യക്തിനെ നിങ്ങൾക്ക് ഭൂമി ലോകത്തിന് കിട്ടാനില്ല, നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ ആഗ്രഹിച്ച പേഴ്സൺ ആണ് അദ്ദേഹം എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അതിനുവേണ്ടി അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോ ഉള്ള സമയത്ത് കൂടെ ഉണ്ടാകുന്ന സമയത്ത് അത്രയും നിങ്ങളുടെ വിശ്വസ്തത പിടിച്ചു പറ്റിയിട്ടാണ് അവര് മേ ബി നിങ്ങളോട് പ്രണയം പോലും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ആദ്യം തന്നെ ചാടിക്കയറി അവർ നിങ്ങളോട് പ്രണയമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ വിശ്വസ്തത പിടിച്ചെടുത്ത് നിങ്ങൾ അവരിൽ ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ നിമിഷമായിരിക്കും നിങ്ങൾ അവരോട് നിങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക. അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ മേ ബി ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത്, ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുമ്പ് അത്ര വിശ്വാസമൊന്നും ഉണ്ടാവില്ല. വിശ്വാസികളല്ല എന്നല്ല പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. വിശ്വാസം ഉണ്ടാവും, പക്ഷെ ത്രൂ ഔട്ട് ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇങ്ങനെ ആ ഒരു തോണിയിൽ ഇങ്ങനെ പോയി ഒഴുക്കിലനുസരിച്ച് ഇങ്ങനെ നീന്തി പോകുന്നൊരു തോണിയായിട്ടായിരുന്നു നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതേപോലുള്ള സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ടാരോ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്പിരിച്വൽ വേ, ചിലവരൊക്കെ നല്ല രീതിയിൽ ഏതെങ്കിലും ഉപാസകരോ സാധകരോ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഐസ് ഓപ്പണിങ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. ഇന്നലത്തെ കാർഡിൽ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ, എന്താണ് കർമ്മ, നിങ്ങളെ ഈ ഒരു ഇതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, സ്പിരിച്വൽ വേയിലേക്ക് എത്തിക്കാനായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ അത് പറഞ്ഞിട്ട് സന്യാസിയായിട്ട് പൂർണ്ണമായി മാറി എന്നല്ല അർത്ഥം. ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനായിരിക്കും ഈ ഒരു ബന്ധം. നേരത്തെ നിങ്ങൾ വിശ്വാസികളായിരിക്കും, എന്നിരുന്നാലും ജസ്റ്റ് അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ പോകും, ജസ്റ്റ് പ്രാർത്ഥിക്കും, തിരിച്ചു വരും എന്നല്ലാതെ അവിടുത്തെ വഴിപാടുകളോ കാര്യങ്ങളോ അതിനെ പറ്റിയൊന്നും അറിയാതിരിക്കുക. ഇപ്പോ നിങ്ങൾക്ക് അവിടെ ആ ഒരു കാര്യത്തിന് നിങ്ങൾ മന്ത്ര ചാൻഡിങ് ഒന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് എല്ലാവരും പോണ പോലെ ഒക്കേഷനലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് പോലും പോവാത്ത ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം മേ ബി. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ആത്മീയ തലം കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരിക്കും മേ ബി അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോ ഒരു റീബർത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പുനർജന്മമാണ്. നിങ്ങളൊരു പുനർജന്മമായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. മനസ്സിലായോ? പണ്ടത്തെ ഈ ഇദ്ദേഹം വരുന്നതിന് മുമ്പുള്ള ജന്മം, ആഫ്റ്റർ ബിഫോർ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബർത്തിനെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷം പോയ സമയത്ത് നിങ്ങൾ മാനസികമായ സംഘർഷവും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും ഈ സ്പിരിച്വൽ വേയിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ലേ? ആത്മാർത്ഥമായി ഉള്ളിൽ കൈതട്ടി പറയണം, നിങ്ങൾ ഏത് ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഏത് കൾച്ചറിലും വിശ്വസിക്കുന്ന, അതായത് 3 മതങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട്. 3 അല്ല, ഒരുപാട് മതങ്ങളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് പറയുന്ന 3 മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നുള്ള ആ ഒരു മതങ്ങളാണ്. അപ്പൊ അതിലെ എല്ലാ ദൈവങ്ങളും ഒന്നാണ്, പരബ്രഹ്മമാണ്. നമ്മളിപ്പോ മഹാദേവനായാലും ദേവി ആയാലും നമ്മുടെ നാരായണ ഭഗവാനായാലും അയ്യപ്പസ്വാമി ആയാലും ആരായാലും എല്ലാം അലിയുന്നത് ഒന്നിൽ തന്നെയാണ്, പരബ്രഹ്മമാണെന്നുള്ള തത്വത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനായിരിക്കും. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിൽ അവര് അങ്ങനെയായിരിക്കും. അല്ലാഹു ആണെങ്കിലും എന്താ പറയാ, എല്ലാം ഏകമാണ് എന്നുള്ളൊരു ഒറ്റ തത്വത്തിലേക്ക് എത്താനായിരിക്കും. നിങ്ങൾ പല പേരിട്ട് വിളിച്ചാലും എല്ലാം ഏകമാണ്, അല്ലെ? അങ്ങനെയല്ലേ പറയാൻ. ഇപ്പോ ഹിന്ദുവസത്തിൽ തന്നെ പല വാദങ്ങളും നടക്കുന്നുണ്ട്. മഹാദേവനാണ് ഏറ്റവും വലുതെന്ന് പറയും, വൈഷ്ണവര് പറയും
നാരായണനാണ് വലുത് പറയുക. അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എല്ലാം ഒന്നാണ്, പരബ്രഹ്മ. ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിൽ തന്നെയാണ്. തത്വമസി. എന്തിനാ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? 41 ദിവസം വ്രതം എടുത്ത് കഠിന വ്രതം കഴിഞ്ഞ് ശബരിമല താണ്ടി കല്ലും മുള്ളും താണ്ടി ശബരിമലയിൽ എത്തി ഭഗവാനെ കണ്ടു കഴിഞ്ഞ് അവിടെ നോക്കുമ്പോ അവിടെ എഴുതി തത്വമസി, അത് നീയാവുന്നു. അല്ലെ? ശബരിമലയ്ക്ക് മാലയിട്ട എല്ലാവരും അയ്യപ്പന്മാരാണ്. അങ്ങനല്ലേ? അയ്യപ്പൻ, മാളികപ്പുറം എന്നല്ലേ വിളിക്കാറുള്ളത്. അപ്പോ ഇതൊക്കെ എന്തിനാ പറഞ്ഞു വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ. മെഡിറ്റേഷനിലേക്കൊക്കെ നിങ്ങൾ കടന്നിട്ടുണ്ടാവും. മെഡിറ്റേഷനിൽ ഗാമ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളോട് സംസാരിക്കും. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഡെൽറ്റ എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പരമാനന്ദം, സച്ചിദാനന്ദം എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അല്ലാതെ സച്ചിദാനന്ദത്തിൽ എത്തുന്ന ആൾക്കാരുണ്ട്. അതിന് എന്ത് വേണം? മറ്റേ ഉപയോഗിക്കണം. ഞാൻ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അവര് ഡയറക്റ്റ് ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ ഗാമ കഴിഞ്ഞിട്ടാണ് ഡെൽറ്റ. ആൽഫ, ബീറ്റ, ഗാമ കഴിഞ്ഞിട്ട് 4ാമത്തെ സ്റ്റേജാണ് ഡെൽറ്റ. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവര് ആൽഫ കഴിഞ്ഞ് ബീറ്റ കഴിഞ്ഞ് ഗാമ കഴിഞ്ഞിട്ടാണ് ഡെൽറ്റയിലേക്ക് എത്തുക. പക്ഷെ ഈ മറ്റൊന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ നേരെ ഡയറക്റ്റ്ലി ഡെൽറ്റയിലേക്ക് പോകും. അപ്പോഴാണ് അവർക്ക് ബ്രെയിനിന് തകരാറ് വരുന്നതും അവർ ആകാശത്ത് പോയി അവിടെ അത് അല്ലെ അങ്ങനെ അവരങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ മൂവിയിലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അവർക്ക് ഇതിന്റെ സഹായം വേണം. പക്ഷെ ഇതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ, അത് അങ്ങനെ എത്തിയ ആൾക്കാർക്ക് തിരിച്ചു വരാനും സാധിക്കും. മറ്റു ആൾക്കാർക്ക് അവിടെ തിരിച്ചു വരവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ, അതായത് നിങ്ങൾക്ക് ഈ സച്ചിദാനന്ദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിയതും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞത് സ്ട്രെങ്ത് ആയിട്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾക്കൊരു മനക്കരുത്ത് നേടിയിട്ടുണ്ടാവും. അനുഭവിച്ച് നിങ്ങൾക്കൊരു ഉൾക്കരുത്ത് കിട്ടിയിട്ടുണ്ടാവും. പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇപ്പൊ അങ്ങനെയില്ല. എന്താ വന്നത് വരുമ്പോലെ കാണാന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു അവസ്ഥയിലല്ലേ നിങ്ങളിപ്പോ നിൽക്കുന്നത്. എന്തായാലും ഞാൻ അനുഭവിക്കും, ഇനി ഇതിനെ വന്നതിന്റെ അപ്പുറത്തൊന്നും എനിക്കിനി വരാനില്ല എന്നുള്ളൊരു മൈൻഡ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ നിങ്ങളെ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ടെമ്പറൻസ്, അതായത് എന്താണ്? അർദ്ധനാരീശ്വര, അതായത് അവരും നിങ്ങളും വേറെയല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും വേറെയല്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ പോയിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളുടെ സോളിന്റെ ഉള്ളിൽ തന്നെ അവരുണ്ടല്ലോ. അവർക്കും അതേപോലെ നിങ്ങളെ എങ്ങനെ എടുത്തു പറിച്ച് കളയാനൊന്നും പറ്റില്ല. അവര് ഏകാന്തമായിരിക്കുന്ന സമയത്ത് നിങ്ങളെ പറ്റിയായിരിക്കും കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ച ആൾ. ഇനി അവര് ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ, അതൊരു ശാശ്വതമല്ലാത്ത കാര്യം മാത്രമാണ്. റിവേഴ്സ് ഇങ്ങോട്ട് വരാനുള്ളതാണ്. കാരണം ടെമ്പറൻസ് ആണ് കിട്ടിയത്. അർദ്ധനാരീശ്വര എന്ന് പറഞ്ഞ എന്താ? സതീദേവി പോയതിനു ശേഷവും ഭഗവാൻ അദ്ദേഹത്തിന്റെ സതീദേവിനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് പാർവതി ദേവി പുനർജന്മം എടുത്തത്. സതീദേവി പുനർജന്മം എടുത്ത് പാർവതി ദേവി വരുന്നത് വരയ്ക്ക് അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നു. അല്ലാണ്ട് ഇത് വേറെ വല്ലതിക്കും അദ്ദേഹത്തിന് വേറെ വല്ല അല്ലെ? മഹാദേവൻ അത്രയും ഒരു മനുഷ്യന്റെ എല്ലാ വിചാരങ്ങളോടും കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് മഹാദേവൻ. സതീദേവിയുടെ വിയോഗത്തില് കരയുന്ന ആ ഒരു സീനൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ നിങ്ങൾ ആ ഒരു സീന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. അപ്പോ അത് കഴിഞ്ഞു. ഇനി പാർവതിയായിട്ട് പുനർജനിച്ച് വരുന്നത് പോലെ അവര് റീബർത്ത് എടുത്തിട്ട് വരും. അതായത് മരിച്ച് ജനിച്ച് വരും എന്നല്ല അതിന്റെ അർത്ഥം. അവർ പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുവരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. പ്രഗ്നൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഫെർട്ടിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളൊരു അമ്മ, അവരിൽ നിന്നൊരു അമ്മയാവാൻ അല്ലെങ്കിൽ അവരിൽ നിന്നൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും അല്ല പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ നല്ല ഒരു കുഞ്ഞിനെ പോലെയാണ് നിങ്ങൾ അവരെ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താവോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നൊരു എന്തുണ്ടാവും, പ്രഗ്നൻസി സംഭവിച്ചിട്ടുണ്ടാവാം. മേ ബി അതിനുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ഇതില് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലതാണ് സംഭവിക്കുന്നത്. എല്ലാം കിട്ടിയതെല്ലാം നല്ലത്. അല്ലെ ഭഗവാൻ പറഞ്ഞതുപോലെ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ പോലെ എല്ലാം നല്ലതാണ്, എല്ലാ തത്വവും നല്ലതാണ്, എല്ലാം നിങ്ങൾക്ക് ഉപകാരത്തിനാണ് എന്ന് മാത്രം വിശ്വസിക്കുക. ഓക്കെ, ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പിന്നെ കോഴ്സിന്റെ കാര്യവും അതേപോലെ ടാരോയുടെ കാര്യവും ഒന്നും വെറുതെ പറഞ്ഞ് ഞാൻ പറയാന്നല്ലാണ്ട് നിങ്ങൾക്ക് അത് ആ സമയത്ത് എപ്പോഴാണോ എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ സമയമായിരിക്കുന്ന ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. ടാരോ നിങ്ങളുടെ കയ്യിലേക്ക് എത്താനും ടാരോ പഠിക്കാനും നിങ്ങൾക്ക് എപ്പോഴാണോ യോഗം ആ സമയത്ത് മാത്രമേ എത്തുള്ളൂ. അത് എന്നിൽ നിന്നാണ് നിങ്ങൾക്ക് നിയോഗം എന്നുണ്ടെങ്കിൽ
അവരെ ഒന്ന് വിളിക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഇത് സാധിക്കില്ല. കാരണം പക്ഷെ ഒരു കാര്യം പറയാ, ടാരോ മറ്റുള്ളവർ പഠിപ്പിക്കുന്ന പോലെ എല്ലാം നമ്മൾ പഠിപ്പിക്കില്ല. അവരങ്ങനെ തന്നെ ആയിരിക്കും പറയുക. പക്ഷെ നമ്മൾ കുറെ പാക്കേജസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. കർമ്മ ബേണിങ്, അതേപോലുള്ള പ്രണവോപാസന, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു പാക്കേജ് ആയിട്ട് തരുന്നുണ്ട്. താല്പര്യമുള്ളവര് ബന്ധപ്പെടാം. വൺ ടൈം ആണ് പേയ്മെന്റ്. വൺ ടൈം പേയ്മെന്റ് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തവണകളായിട്ട് അടയ്ക്കാം. പിന്നെ എന്റെ കോഴ്സിന് അതായത് ലൈഫ് കോച്ചിങ്ങിനാണ് മന്ത്ലി പേയ്മെന്റ് വരുന്നത്. അത് 30 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് മന്ത്ലി പേയ്മെന്റ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഹരേ കൃഷ്ണ. വീണ്ടും നല്ലൊരു ദിവസം കാണാം. താങ്ക് യു.